ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്ന വിശിഷ്ട അതിഥി പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഗ്ലോബൽ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹം മ്യൂസിക് ലോകത്ത് വളരെ പ്രശസ്തനുമാണ്. ഈ ജനറേഷനിലുള്ളവർ പോലും അദ്ദേഹത്തിൻ്റെ തീവ്ര ഫാൻസാണ്. അദ്ദേഹം ഒരു റാപ്പറാണ്, റൈറ്ററാണ്, ഒപ്പം സിംഗറുമാണ്. അദ്ദേഹമാണ് ബാദ്ഷാ. നിങ്ങൾ കൈയടിച്ചുകൊണ്ടേയിരിക്കൂ, കാരണം ഇപ്പോൾ ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് നമ്മുടെ ജഡ്ജി. അദ്ദേഹം ഫാഷൻ ലോകത്തിന്റെ രാജാവാണ്. അദ്ദേഹത്തിന്റെ ഫാഷൻ ഗ്ലോബൽ മാപ്പ് വരെ കൊണ്ടുപോയിരിക്കുകയാണ്. പ്ലീസ് വെൽക്കം ഫാഷൻ ഡിസൈനർ സുനിൽ ഷെഡ്ഡി. ആദ്യം നമുക്ക് ആപ്കി അദാലത്ത് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ജഡ്ജിയോട് അതിനുള്ള അനുവാദം ചോദിക്കാം. അനുവാദം തന്നിരിക്കുന്നു. ശരി, വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ചോദ്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് താങ്കളോട് ഒരു കാര്യം ചോദിക്കണം. നിങ്ങൾ 500 സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ UK ഒരു വലിയ ഷോ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അതായത് ഇന്ന് എൻ്റെ അച്ഛനമ്മയ്ക്കും മനസ്സിലാക്കാണ് ഞാനെന്ത് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അല്ലാതെ ഞാനെന്താ പറയുക. നിങ്ങളെ കാണാനൊരു അവസരം കിട്ടിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. പിന്നെ ഈ സ്ഥലം കുറച്ച് വിചിത്രമാണ്, എന്നാലും നന്നായിട്ടുണ്ട്. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ ഇദ്ദേഹത്തിനെതിരായ ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ പോപ്പ് ഓൺ റാപ്പ് സ്റ്റാർ ബാദ്ഷയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ബാദ്ഷ, താങ്കളുടെ യഥാർത്ഥ പേര് ആദിത്യ പ്രദീപ് സിംഗ് സസോദിയ എന്നാണ്. വീട്ടിൽ താങ്കളുടെ പേര് ബിട്ടു. അതെ സർ. റാപ്പറിൽ താങ്കളുടെ പേര് കൂളിക് ഫെൽ. അതെ. ഒപ്പം പബ്ലിക് താങ്കളെ ബാദ്ഷ എന്നും വിളിക്കുന്നു. പേരിൽ എന്തിനാണ് ഇത്രയും കൺഫ്യൂഷൻ? സർ, അത് ആദിത്യ എന്നത് അമ്മ ഇട്ട പേരാണ്, പ്രതി എന്നുള്ളത് അച്ഛനിട്ട പേരും. അപ്പോ അവർക്ക് എന്താണ് തോന്നിയെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ 2 പേരും ഇരിക്കട്ടെന്ന് അവരങ്ങ് തീരുമാനിച്ചു. സിംഗ് എന്നുള്ളത് ഞങ്ങളുടെ സർനെയിമാണ്. ഇവര് 2 പേരും ഗ്രാമത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഈ ഗ്രാമത്തിലെ ആദിത്യ പ്രതി എന്നൊക്കെ പറയുന്നത് വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊരു ചെറിയ പേരും മതി എന്ന് പറഞ്ഞ് ബിട്ടു എന്ന് അവർ വിളിച്ചു. പിന്നെ എല്ലാവരും എന്നെ ബിട്ടു എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ റാപ്പ് തുടങ്ങിയ സമയത്ത് ഇംഗ്ലീഷിൽ ഞാൻ എൻ്റെ ഇമെയിൽ ID റെഡിയാക്കി. കൊലിക്കൊൽ അതുപോലെ ഏതൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് തന്നെ. അങ്ങനെ കോലിക്കുൽ എന്ന പേര് സ്വീകരിച്ചു. അതിനുശേഷം എനിക്ക് എന്തുമാത്രം വെയിറ്റ് ഉണ്ടോ അത്രയും വെയിറ്റ് എന്നെ പേരിനില്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഭാഷയായി മാറി. അതാണ്. പേരിൽ മാത്രമല്ല, ജോലിയിലും രാജാവാണ്. അതെ. ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു റാപ്പ് എഴുതിയിട്ടുണ്ട്. BHUവിൽ ആദ്യമായി വന്നു. മെസ്സിൽ പ്രശ്നം ഉണ്ടാക്കി. അവിടുന്ന് ഓടിപ്പോയത് സ്റ്റീഫൻ സയലിലേക്ക്. അത് ഞാൻ വളരെ വേഗം വിട്ടുകളഞ്ഞു. എല്ലാവരെയും കൺഫ്യൂഷനും ആക്കി. അച്ഛൻ എഞ്ചിനീയർ ആക്കണമെന്ന് വിചാരിച്ചു. എന്റെ ജോലി എന്നെ ഒരു ഗേറ്റ് കീപ്പറാക്കി. അതെ. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ പോപ്പുലറായി. അങ്ങനെ ഞാൻ റാപ്പറായി. അത് കലക്കിയേട്ടാ. ഇന്ന് സാറ് റാപ്പ് എഴുതി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അതായത് ഞാൻ റാപ്പ് എഴുതണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതെന്താണെന്ന് പോലും എൻ്റെ അച്ഛൻ അറിയില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു.
നീ എന്താണെന്ന് ആഗ്രഹിക്കുന്നു അതെന്നെ മനസ്സിലാക്കി തരാൻ അച്ഛൻ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് സിംഗേഴ്സിനെ അറിയാം, പക്ഷെ റാപ്പർ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അച്ഛാ, കണ്ടില്ലേ, ഞാൻ ചെയ്ത് കാണിച്ചു. അച്ഛനോട് റാപ്പ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ചെയ്ത് കാണിച്ചിരിക്കുന്നു. പക്ഷേ റാപ്പർ ആകാൻ വേണ്ടി ആലൂട്ടിക്ക് കൂടുതൽ വാങ്ങിച്ചോ അതോ അച്ഛൻ്റെ അടുത്തുനിന്ന് കൂടുതൽ അടി വാങ്ങിച്ചോ? രണ്ടും കിട്ടി, രണ്ടും. ആ, 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 അതായത് അച്ഛൻ്റെ അടിയൊക്കെ വളരെ പ്രധാനം തന്നെയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചില്ലെങ്കിൽ അയാൾ ഒരു നല്ല മനുഷ്യനാകാൻ സാധ്യത വളരെ കുറവാണ്. ഉറപ്പായിട്ടും നല്ല മനുഷ്യനാവില്ല. വലിയ ആളായേക്കും, പക്ഷെ അച്ഛൻ്റെ അടി കിട്ടിയാൽ നല്ല മനുഷ്യനാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആലുട്ടിക്കയും കഴിച്ചിട്ടുണ്ട്. ബിട്ടുട്ടിക്ക് വാല എന്ന് പറഞ്ഞൊരു ഫേമസ് കടയുണ്ട്. ഞാൻ ട്യൂഷൻ പഠിക്കാൻ പോകുന്ന റാണി ബാഗിൽ നിന്ന് ഏകദേശം 10 അടി ദൂരമേ ഉള്ളൂ ആ കടയിലേക്ക്. അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഞാൻ ടിക്ക ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അറിഞ്ഞു. അവൾക്കും ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ വെറുതെ നോക്കേ ഉള്ളായിരുന്നു. അവള് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ എൻ്റെ ഒരു ബെഞ്ച് പാർട്ട്ണറായിരുന്നു. പിന്നെ ഇപ്പോൾ അവള് വലിയൊരു അറിയപ്പെടുന്ന ഡോക്ടറാണ്. അവളെൻ്റെ ബെഞ്ച് പാർട്ട്ണറായിരുന്ന ആ സമയത്തൊക്കെ അവളെന്നോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുക പോലില്ലായിരുന്നു. അതാണ് ശരിക്കും സംഭവിച്ചത്. അതിനുശേഷം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവളെൻ്റെ കയ്യിൽ രാഖി കെട്ടി. അവളെന്നെ അവിടെ ആകളെയാക്കി മാറ്റിക്കളഞ്ഞു. ആ പാട്ടിന്റെ ഐഡിയാസ്, അതായത് ലഡ്കി ബ്യൂട്ടിഫുൾ, ഇതെല്ലാം തുടങ്ങിയത് അവിടെ നിന്നാണോ? ആക്ച്വലി അത് എൻ്റെ ഐഡിയ അല്ല. ഞാൻ കുറച്ചാൾ വികാസ്പുരിയിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മോമോസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന് ഈ പാട്ടിലെ വേർഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഐഡിയാസൊക്കെ അവൻ്റെ നിന്ന് കിട്ടിയതാണ്. അബിത്തോ പാർട്ടി ഷുരുഹേ എന്ന പാട്ട് അതെൻ്റെ ഐഡിയ ആണ് സാർ, അതെൻ്റെ ഐഡിയ ആയിരുന്നു. എനിക്കൊരു ചിറ്റപ്പനുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഈ വാക്കുകൾ പറയാറുണ്ടായിരുന്നു. അത് എനിക്ക് ചിറ്റപ്പൻ്റെ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഇതുപോലുള്ള ഐഡിയകൾ പലയിടത്തുനിന്നും എടുക്കാറുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ന്യൂസ് മാത്രമേ അറിയുള്ളൂ. ഞങ്ങള് ലിറിക്സ് ആണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ താങ്കൾ ആദ്യമായി താങ്കളുടെ പാട്ട് എടുത്തുകൊണ്ട് മുംബൈയിലേക്ക് പോയപ്പോ സാർ, പ്രൊഡ്യൂസർ കാണാതെ പോയെന്ന് കേട്ടു. അത് ശരിയാണ്. അങ്ങനെ അത് സാർ, ഞാൻ മുംബൈയെക്കുറിച്ച് കേട്ടിടത്തോളം വളരെ നല്ല ആൾക്കാർ കുറവാണെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ കണ്ടുമുട്ടിയ ആൾക്കാരും മോശം ആൾക്കാരാണെന്നാണ് ആദ്യം വിചാരിച്ചത്. ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെട്ടു. അദ്ദേഹം വലിയൊരു പ്രൊഡ്യൂസറാണ്. ഞങ്ങളെ അദ്ദേഹം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. വലിയൊരു വീടാണ്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തിലൂടെയാണ് ഞങ്ങൾ ആ വീട് കണ്ടുപിടിച്ചത് തന്നെ. അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ച് വീട്ടിലേക്ക് കയറ്റി ഭക്ഷണമൊക്കെ തന്നു. എന്റെ പേര് കേട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പേര് കേൾക്കാൻ മാത്രം വലിയ ആളല്ല ഞാനെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. നീ ഒരു നല്ല പാട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ശരി, ഞാൻ പാട്ട് ചെയ്യാം, പക്ഷേ ഇത്രയും കാശ് വാങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എനിക്ക് അഡ്വാൻസ് തന്നു. കുറച്ച് ആയിരങ്ങളുണ്ടായിരുന്നു അത്. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ മുംബൈക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് കിട്ടിയ അഡ്വാൻസിൽ നിന്ന് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഞാൻ മുംബൈക്ക് പോയി. സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ക്ലാസ് ആണ് ഞാൻ ബുക്ക് ചെയ്തത്. അതായത് സ്റ്റാർ ആയെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അവിടെ ചെന്ന് ഞാൻ ഫോൺ ചെയ്തു, പക്ഷെ അദ്ദേഹം എടുത്തില്ല. അപ്പോൾ ഞാൻ താമസിച്ചത് 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു. ഓക്കെ, ഞാൻ ഒരു സന്തോഷത്തോടെ ഹോട്ടലിൽ കുറച്ച് ദിവസം ചെയ്തിട്ട് പോകുന്ന കരുതി. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ശില്പ മാഡത്തിൻ്റെ വീട്ടിലൊരു ദീപാവലി പാർട്ടി നടന്നു. അവിടെ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ഹായ് ബ്രദർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മെമ്മറി വളരെ നല്ലതാണ്. എനിക്ക് ഫേസ് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ പേര് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓർമ്മയില്ലേ നമ്മൾ ഡൽഹി വെച്ച് കണ്ടത്? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട് നിന്നെ പാർട്ടി ചെയ്യാനായിട്ട് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ ശാസ്ത്രി പാർക്കിലേക്ക് ഞാൻ വിളിച്ചിരുന്നു, ഓർമ്മയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് നിങ്ങളായിരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മേക്ക് ചെയ്ത പാട്ട് ഏതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അതാണ് ഈ പാർട്ടി ശുരു ഹോഗി എന്ന് പറഞ്ഞു. ആ പാട്ട് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ അദ്ദേഹം ശരിക്കും പ്ലെങ്ങായിപ്പോയി. ജനങ്ങൾ താങ്കളെക്കുറിച്ച് കരുതുന്നത് താങ്കൾ സാമ്പത്തികമുള്ള ഒരു വീട്ടിൽ ജനിച്ചു. അതെ, അതുപോലെ താങ്കൾ ജനിച്ചപ്പോൾ തന്നെ വെള്ളിക്കരണ്ടിയോടുകൂടി ജനിച്ചതെന്നും പറയുന്നു.
ഞാൻ പിറന്ന എൻ്റെ വീട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് ഡൽഹിയിൽ മുന്നിലൊരു വീടുണ്ടാവും, പുറകിലൊരു വീടുണ്ടാവും, ചെറിയ ഇടവഴിയിൽ. അവിടെയാണ് എൻ്റെ വീടുണ്ടായിരുന്നത്, ഒരു വാടക വീട്ടിൽ. അതിൽ 2 റൂമുണ്ട്. ഞങ്ങൾ അവിടെയാണ് താമസിച്ചിരുന്നത്. പിന്നെ ഒരു ചെറിയ ഇടവഴി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതായിരുന്നു ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ട്. അവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് മണ്ണുവല്ല ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്ലേ ഗ്രൗണ്ട് ആക്കി മാറ്റും. ചെങ്കല്ലൊക്കെ വെച്ച് അവിടെ ഞങ്ങൾ കളിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. അവിടെയാണ് ഞാൻ ജനിച്ചത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ ഒരു കുറവില്ലാതാണ് വളർത്തിയത്. പിന്നെ ഞങ്ങൾ അവരെക്കൂടി ചെയ്യുന്നതിന് അങ്ങേയറ്റം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഒരു വലിയ ടൈമെക്സ് എന്നൊരു വാച്ച് ഉണ്ടല്ലോ, അത് വളരെ കോസ്റ്റ്ലി ആയിരുന്നു. ന്യൂസ് പേപ്പറിൽ അതിൻ്റെ ആഡ് കണ്ടു. ഞാൻ ആ ആഡ് കട്ട് ചെയ്ത് അച്ഛൻ്റെ ബ്രീഫ് കേസിൽ വെച്ചു. അച്ഛൻ ഓഫീസിലേക്ക് അതും എടുത്തുകൊണ്ടാണ് സ്കൂട്ടറിൽ പോകുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ വൈകുന്നേരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്കൊരു വാച്ച് കൊണ്ട് തന്നു. ആ വാച്ച് വളരെ കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ താങ്കൾ പാട്ടൊക്കെ പാടുന്നുണ്ട്, റാപ്പ് ചെയ്യുന്നുണ്ട്, സിംഗിങ് ചെയ്യുന്നുണ്ട്. ഇത് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുള്ള കാര്യമാണോ? അത് എൻ്റെ അമ്മ എന്നെ നല്ലപോലെ വിമർശിക്കാറൊക്കെയുണ്ട്. ഈ പാട്ട് നല്ലപോലെ പോകും, ഇത് അത്ര നന്നായിന്ന് വരില്ല. ഒരിക്കൽ എൻ്റെ ഒരു പാട്ടിൽ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായി. പക്ഷെ പോളറൈസ്ഡ് ഒപ്പീനിയൻ ആയിരുന്നു എൻ്റെ വീട്ടിൽ. അച്ഛൻ ഇത് വേണ്ട, ഇത് തെറ്റാണെന്നൊക്കെ എന്നോട് പറയാറുണ്ട്. വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ വീട്ടിൽ ഇങ്ങനെ ജോലിയെക്കുറിച്ച് അധികം സംസാരിക്കാറൊന്നുമില്ല. വേറെ എന്തൊക്കെ സംസാരിക്കും? അവരെപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. സമയത്തിന് ആഹാരം കഴിക്കില്ല, സമയത്തിന് ഉറങ്ങില്ല, ആരോഗ്യം ശ്രദ്ധിക്കില്ല. പിന്നെ അതുപോലെ ബന്ധുക്കളുടെ കാര്യങ്ങളായിരിക്കും കൂടുതൽ പറയുക. എപ്പോഴും ഈ കഥയായിരിക്കും പോവുക. ചിറ്റ എന്താണ് ചെയ്യുന്നത്, മാമി എന്താണ് ചെയ്യുന്നത്. എനിക്കിത് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതൊക്കെ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ അത് കേട്ടുകൊണ്ടേയിരിക്കും. എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ, താങ്കളുടെ ജീവിതത്തിലെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു TV ചാനൽ തുടങ്ങാനുള്ള തെറ്റായ തീരുമാനം എടുത്തു. അത് വെച്ച് MTVയെ പോലും ബീറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. അതെ, ഒരു TV ചാനൽ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ MTVയുടെ കഥ അവസാനിപ്പിക്കണമെന്നും കരുതി. 6 മാസത്തിനുള്ളിൽ എൻ്റെ ചാനലിൻ്റെ കഥ തീർന്നു. ഓ, അങ്ങനെ സംഭവിച്ചോ സാറേ? അതെ, 6 മാസത്തിനുള്ളിൽ എൻ്റെ ചാനലിൻ്റെ കഥ തീർന്നു. പിന്നെ ഫിലിം ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും താങ്കൾക്ക് വന്നു. ഫസ്റ്റ് ഫിലിം അറിയാതെ ചെയ്തു പോയതാണ്. പക്ഷേ അത് വലിയ ഹിറ്റായി മാറി. അപ്പോൾ എന്നെക്കാളും വലിയ പ്രൊഡ്യൂസർ ഇല്ല എന്ന് ഞാൻ കരുതി. സ്ക്രിപ്റ്റ് ജഡ്ജ് ചെയ്യാൻ എനിക്കാണ് നല്ല കഴിവുണ്ടെന്ന് ഞാൻ കരുതിയത്. 2ാമത്തെ ഫിലിമിൽ നിന്ന് എനിക്ക് ഒരു 35 ലക്ഷം രൂപയാണ് കിട്ടിയത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നിങ്ങളിതൊരു ആഘോഷമായിട്ടാണ് കരുതുന്നത്. പക്ഷെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേ തീരൂ. ഇത് രജത് സാറിന്റെ നീതിപീഠമാണ്, കുറച്ച് സൂക്ഷിച്ചിരുന്നോ? കാരണം ഇനിയാണ് ആപത്ത് വരുന്നത്. ആപത്ത് ഇനിയാണ് വരാൻ പോകുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആപ്കി അദാലത്തിൽ ചോദ്യങ്ങളും റാപ്പർ പോലെ തന്നെ ചോദിക്കുന്നു. ഇതുപോലുള്ള മറുപടി ഞാൻ പറയുന്നത് പ്രതീക്ഷിക്കണ്ട. താങ്കൾ ഷാറുഖ് ഖാന്റെ മൂവിയിൽ നിന്നാണല്ലോ ഭാഷ എന്ന പേര് വെച്ചത്. യെസ്. പക്ഷെ ഷാറുഖ് ഖാൻ താങ്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഷാറുഖ് ഖാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണ്, വളരെ വലിയൊരു ഫാനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ ഫാനായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു കാര്യം ചെയ്തു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ടീമിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനൊരു പാട്ടുണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്തു. പൂജ മാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു മാനേജറുണ്ട്. എത്ര കാശ് വേണം എന്നൊക്കെ അവരെന്നോട് ചോദിച്ചു. എനിക്ക് കാശൊന്നുമല്ല, ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാശ് വേണമെന്ന് പറയാൻ നിൽക്കുന്നത് പ്രാന്താണെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പ്ലേ സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഒരു പ്ലേ സ്റ്റേഷൻ വന്നിരുന്നു, പ്ലേ സ്റ്റേഷൻ 5. അപ്പോൾ അതിന് മതിയോ എന്ന് ചോദിച്ചു. പക്ഷെ അത് ഇതുവരെയായിട്ടും ലോഞ്ച് ചെയ്തിട്ടില്ല. അത് ഇതുവരെയായിട്ടും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തന്നെ ഇത് ആദ്യം വേണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ആവശ്യപ്പെട്ടത്. പിന്നീട് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഒരാഴ്ചക്കുള്ളിൽ സാറിൻ്റെ മെസ്സേജ് വന്നു. അത് പ്ലേ സ്റ്റേഷൻ്റെ ഫോട്ടോ ആയിരുന്നു. നിന്റെ സാധനം വീട്ടിൽ വന്നിട്ടുണ്ട്, എവിടെയാണ് അയക്കേണ്ടതെന്ന്. അങ്ങനെ ഏറ്റവും ആദ്യമായിട്ട് അങ്ങനെ ഷാറുഖ് സാർ കാരണം പ്ലേ സ്റ്റേഷൻ ഇന്ത്യയിലേക്ക് വന്നു എനിക്ക് വേണ്ടി. ഞാൻ ശരിക്കും ഒരു മണ്ടനായിരുന്നു, ഒരു പൊട്ടൻ. ഞാൻ അദ്ദേഹത്തിന് ഒരു സൈൻ പോലും ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അത് നേരത്തെ പറഞ്ഞ പ്ലിങ് ആയിപ്പോയി. ഒരു വ്യൂവർ താങ്കളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, താങ്കൾ കയ്യിലിട്ടിരിക്കുന്ന ഒരു ടാറ്റു കാരണം താങ്കൾ വളരെയധികം എംബാരസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നെന്നും പറയുന്നു. ഈ ടാറ്റുവിൻ്റെ കാര്യമല്ലേ? ഇത് ശരിക്കും ഫോക്കസ് ചെയ്തിരിക്കുന്നത്
തകർന്നുപോയ ഒരു ഹൃദയത്തിന് മേൽ ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നതായിട്ടാണ്. 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ ഇങ്ങനത്തെ ടാറ്റു ഇടുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. താങ്കളുടെ ഹൃദയം തകർത്ത ആ പെൺകുട്ടി ആരാണെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഏതാ സാറാ പെണ്ണ്? ഇപ്പൊ അവള് ഒരു അമ്മയാണ്, കുട്ടികളുണ്ട്, ഭർത്താവും ഉണ്ട്. എന്തിനാ വെറുതെ നമ്മള്, അവൾക്കിപ്പോ ഒരു കുടുംബമുണ്ട്. ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൃദയം തകർത്ത ഒരാളുണ്ടായിരുന്നല്ലോ. ബാക്കി ചില സമയത്ത് ആർട്ടിസ്റ്റുകളൊക്കെ ഭ്രാന്തന്മാരായി മാറാറുണ്ട്. അവരുടെ മനസ്സ് സ്വയം തകർക്കാറുണ്ട്. മനഃപൂർവ്വം ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതൊന്നും സാരമില്ല. ചിലപ്പോഴൊക്കെ ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ്. പക്ഷേ മനുഷ്യന്മാരുടെ മനസ്സല്ലേ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുപാട് ലാഭമുണ്ട്. നല്ല ഹിറ്റ് പാട്ടുകൾ വരും, ഉറപ്പായും വരും. മനസ്സ് തകർന്നതുകൊണ്ട് ഏത് പാട്ടാണ് പുറത്തേക്ക് വന്നത്? എൻ്റെ ഒരു പാട്ട് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ലൈറ്ററും ടി വിയും ഓൺ ആവുന്നില്ല, ഞാൻ എൻ്റെ റൂമിൽ ഉറങ്ങുന്നുമില്ല, ഞാനെന്ന ഓൾഡ് സ്കൂൾ പയ്യന് മൂവ് ഓൺ ആകാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പാട്ട്. ഞങ്ങൾ വ്യത്യസ്തരാണ്. പ്രണയത്തിന് പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ പ്രണയം ലഭിച്ചു കഴിയുമ്പോൾ അത് വിട്ടിട്ട് ഓടിക്കളയും. അതെ. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ആപ്കി അദാലത്തിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാറില്ല. അതുകൊണ്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഒരു ചെറിയ ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നമ്മുടെ ചോദ്യശരങ്ങൾ വീണ്ടും എയ്യുന്നതായിരിക്കും. വെറുതെ ഇരുന്ന എനിക്കുള്ളിൽ നീ ഒരു അഗ്നി ഉണ്ടാക്കി, വെറും ബോട്ടിലിൽ മദ്യം നിറച്ചു. എന്തൊക്കെ എഴുതിയിരിക്കുന്നതല്ലേ? വെറുതെ ഇരുന്ന എന്റെ ഉള്ളിൽ നീ ഒരു അഗ്നി ഉണ്ടാക്കി. മറ്റൊന്ന് എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, നല്ല പയ്യനായിരുന്ന എന്നെ സത്യമായിട്ടും വഷളാക്കിയത് നീയാണെന്ന്. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ആപ്കി അദാലത്തിൽ നമ്മുടെ വിശിഷ്ടാതിഥി ആരാണെന്ന് വെച്ചാൽ മ്യൂസിക് സൂപ്പർ സ്റ്റാർ ബാദ്ഷ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ പോപ്പ് സ്റ്റാർ ബാദ്ഷയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ന്യൂ ജനറേഷനെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്നു എന്നതാണ്. ബാദ്ഷ, താങ്കൾ 45-ൽ ഫോളോഡ് ആർട്ടിസ്റ്റിൽ 4-ാം സ്ഥാനത്താണ് ഉള്ളത്. യങ്സ്റ്റേഴ്സ് താങ്കളെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ താങ്കളുടെ പാട്ടിലും താങ്കളുടെ റാപ്പിലും ധാരാളം വാക്കുകൾ താങ്കൾ ഉപയോഗിക്കുന്നു. കുടിക്കുക, സ്ത്രീകൾ, പണം, ഗൺ, വണ്ടി. ചെറുപ്പക്കാരെ ചീത്തയാക്കാനുള്ള ഉദ്ദേശത്തോടാണോ? ഇവരൊക്കെ നേരത്തെ തന്നെ ചീത്തയായവരാണ്. പിന്നെ സാർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചൊക്കെ ചീത്തയാകുന്നതും നല്ലതാണ്. കുറച്ച്. പക്ഷേ ഞാൻ ഈ എഴുതുന്ന ലൈൻസൊക്കെ ഹിറ്റാവുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ താങ്കൾ എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, വെറുതെ ഇരുന്ന എനിക്കുള്ളിൽ നീ ഒരു അഗ്നി ഉണ്ടാക്കി, വെറും ബോട്ടിലിൽ മദ്യം നിറച്ചു. എന്തൊക്കെ എഴുതിയിരിക്കുന്നതല്ലേ? വെറുതെ ഇരുന്ന എന്റെ ഉള്ളിൽ നീ ഒരു അഗ്നി ഉണ്ടാക്കി. മറ്റൊന്ന് എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, നല്ല പയ്യനായിരുന്ന എന്നെ സത്യമായിട്ടും വഷളാക്കിയത് നീയാണെന്ന്. എഴുതുമ്പോൾ കുറച്ച് കൈവിട്ട് പോയെന്ന് തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ചത്, ഒന്നും പറയാതെ തന്നെ എല്ലാം പറയുന്നതാണ് ആർട്ട്. ഐ തിങ്ക് ഇത് ചിലപ്പോ അതായത് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ പറയുന്നത് താങ്കൾ ഈ ജനറേഷനെ നശിപ്പിക്കുകയാണ്. അല്ല, ഞാൻ നശിപ്പിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഈ ജനറേഷൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ സോഷ്യൽ മീഡിയയിലും കണ്ടു, കൊച്ചു കൊച്ചു കുട്ടികൾ പോലും ഈ പാട്ടിന് ഡാൻസ് കളിക്കുകയാണ്. അതിനുശേഷം പേരൻസിന്റെ അടുത്തുനിന്ന് അടിയും വാങ്ങിക്കുന്നുണ്ട്. പേരൻസിന് ഈ പാട്ട് കേൾക്കാം, പക്ഷെ കുട്ടികൾക്ക് പറ്റില്ല. പേരൻസ് ഒക്കെ കേട്ടത് കൊണ്ടല്ലേ കുട്ടികൾ കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇവരും വലുതായിട്ടാണ് പേരൻസ് ആയി മാറുന്നത്. വെറുതെ പറഞ്ഞതാ. എല്ലാ പാട്ടും ഇങ്ങനെ തന്നെയാണ്. എത്രത്തോളം വേണമെങ്കിലും ഡാൻസ് കളി, ആന്റി പോലീസിനെ വിളിക്കുന്നു. എനിക്കങ്ങനെ സംഭവിച്ചു, അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. പിന്നെ പോലീസ് വന്നു, സെറ്റിൽമെന്റ് ചെയ്തു, അവര് പോയി. അതൊക്കെയാണ് ഞാൻ എഴുതിയത്.
മാത്രമല്ല ലുധിയാനയിൽ താങ്കളുടെ ഷോയിൽ ഒരു പിസ്റ്റൾ യൂസ് ചെയ്തു. ലുധിയാനയിൽ ഞങ്ങളൊരു ഷോ നടത്തി. ആ, അതെന്റെ കരിയറിന്റെ തുടക്കകാലമായിരുന്നു. അത് ഒരു സമയം. അപ്പോ വക്ര സോങ് വന്നു, അത് വലിയ ഹിറ്റായി മാറി, അത് വളരെയധികം ഫേമസ് ആയി. ഞങ്ങൾ ഷോ നടത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു പിസ്റ്റൾ എടുത്തു, ഞങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഗണ്ണിനെ കുറിച്ചൊക്കെ പാട്ട് എഴുതുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പിസ്റ്റൾ കണ്ട് പേടിച്ചു പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല സാർ, ഇവിടെ വേണ്ട, അത് മാറ്റിവെക്കാൻ പറഞ്ഞു. ഇതാണ് അവിടെ നടന്നത്. നോർമലായിട്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ സംഭവിക്കാറുണ്ട്. താങ്കൾ എഴുതിയിരിക്കുന്നത് ബമ്പ് കണ്ട് ഞാൻ മയങ്ങിപ്പോയി, ഇടുപ്പിലൊരു ബട്ടർഫ്ലൈ. ഇതുകൂടി ഒന്ന് വ്യക്തമാക്കൂ. നിന്റെ ഇടുപ്പ് ബട്ടർഫ്ലൈ, നിന്റെ ശരീരം കഴിക്കുന്ന ബട്ടർ പോലെ. അതായത് എന്താന്ന് വെച്ചാ അതിനെ ബമ്മെന്നല്ലേ പറയുന്നത്, അല്ലാതെ വേറെന്തെങ്കിലും വിളിക്കുന്നെങ്കിൽ അത് പറയൂ. അതുകൊണ്ടാണ് ബമ്മെന്ന് എഴുതിയേ. ഇതിന്റെ ബം വളരെ നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കാറില്ലേ ബം ക്ലീൻ ചെയ്തതൊക്കെ. അതുകൊണ്ട് ഈ ബം എന്ന് പറയുന്നത് കുട്ടികളുടെ വാക്കാണ്. അങ്ങനെ പറഞ്ഞു വന്നാൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലിറിക്സ് എഴുതിയെന്ന് പറയാൻ പറ്റും. ഞാനൊരു ചൈൽഡ് ഫ്രണ്ട്ലി റാപ്പറാണ്. മെല്ലെ മെല്ലെ നടന്നു പോകുമ്പോ ഇങ്ങനെയുള്ള ലിറിക്സ് ഇല്ലേ, അതൊക്കെ കുട്ടികളുടെ ലിറിക്സ് ആണ്. ഇതാണ് ഞാൻ എഴുതിയത്. അപ്പൊ ഇതും കുട്ടികൾക്കായിട്ടുള്ള ലിറിക്സ് ആയിരിക്കും. നീ വളരെ സെക്സിയാണ്, ഇതിനെക്കുറിച്ച് നീ എന്ത് വളരെ പറയുന്നു? സെക്സിയാണ്, നീ എന്റെ കാക്ക, ഞാൻ നിന്റെ കോക്കു. ഓ, അല്ല, നമ്മൾ കുട്ടികളോടൊക്കെ പറയാറില്ലേ എന്നുവെച്ചാ? കാക്ക കൊണ്ടുപോയെന്നൊക്കെ, കോക്കു എടുത്തോണ്ട് പോയി എന്നൊക്കെ. ഇതൊക്കെ കുട്ടികളുടെ ലിറിക്സ് ആണ് സാർ. ഞാൻ എഴുതിയ അഭിത്തോ പാർട്ടി ശുരുവോഗെ എന്ന പാട്ടുണ്ടല്ലോ, അതൊരു പാർട്ടി സോങ് ആണ്. ആ പാട്ടുണ്ടല്ലോ, ക്ലബ്ബിൽ എല്ലാവരും ഡാൻസ് കളിക്കാറുണ്ട്. പക്ഷെ ഞാനത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. അതിലാരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഗേൾസ് ഇല്ല. അത് ഞാൻ ഡിസ്നി ഫിലിംസിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള പാട്ടാണ്. ഡിസ്നിക്കാരൊക്കെ ചെറിയ തെറ്റായ വാക്കുപോലും ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ലിറിക്സ് ഒക്കെ എഴുതുന്നത്. പക്ഷെ അത് കേൾക്കുന്നവർ ഏതർത്ഥത്തിൽ എടുക്കുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ സത്യസന്ധമായിട്ട് താങ്കൾ ഇതിന് ഉത്തരം നൽകുക. താങ്കൾ എഴുതിയിരിക്കുന്നു, നിങ്ങൾ കരുതുന്ന പോലെ അത്ര മോശമായിട്ടുള്ള ആളല്ല ഞാൻ. ഇത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, താങ്കളും എന്നെ ഇവിടെ വിളിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ സംഭവിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് സർ. ആളുകൾക്ക് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരം വലിയ ആൾക്കാർക്കൊക്കെ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. ജീവിതത്തിൽ എന്തെല്ലാം വലിയ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പോയി നോക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ വേറെന്ത് പറയാനാ? പ്രൈവറ്റ് പ്ലെയിൻ, ബെസ്റ്റ് ലൈഫ്, ഗെയിം എന്റെ കയ്യിലാണ്. കമാൺ പ്രസ്. സർ, ചില ആൾക്കാരുടെ എനിക്ക് ദേഷ്യമുണ്ട്. അതോടൊപ്പം എനിക്ക് ചില ഗിഫ്റ്റുകളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എഴുതുന്നത്. എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അതേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ സാറിനെ പോലുള്ള നല്ല ആൾക്കാരും ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഈ ഷോ നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയ കുറേ മീഡിയ ആൾക്കാരും ഉണ്ട്. അവർക്ക് ശരിക്കും മണ്ടന്മാരാണ്. ഞാൻ മനസ്സിലാക്കിയതാ. അവര് സെൻസേഷണലിസം എന്ന പേരിൽ ചെറിയ കാര്യങ്ങളൊക്കെ വളരെ വലുതാക്കി കാണിക്കുന്നു സാർ. അത് ഐ തിങ്ക് വെരി ഇറസ്പോൺസിബിൾ സാർ. അത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. പ്രൊഫഷനിലെ ചില സിംഗേഴ്സ് വൾഗറായിട്ട് പാട്ടൊക്കെ എഴുതാറുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതെ, അത് സത്യമാണ് സാർ. ഉള്ള കാര്യമാണ്, ഞാൻ സമ്മതിക്കുന്നു. പല സിംഗേഴ്സ് യൂസ് ചെയ്യുന്ന പല വാക്കുകളും ഇവിടെ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വൾഗറായിരിക്കും. ശരിയാണ് സാർ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? താങ്കൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? സാർ, അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ശ്രമിച്ചിട്ടും പക്ഷേ പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് വരും. എന്താണ് പറയാനുള്ളത് അത് ഞാൻ തന്നെ പറയണമെന്ന് തോന്നും. താങ്കൾക്ക് ഈ പേര് വളരെയധികം ഇഷ്ടമാണെന്ന് തോന്നുന്നു. താങ്കളുടെ ഇൻസ്റ്റയിൽ ബാഡ് ബോയ് എന്ന് എഴുതിയിരിക്കുന്നു. താങ്കൾ ലോഞ്ച് ചെയ്തൊരു ക്ലോത്തിങ്ങിലും ബാഡ് ഫിറ്റ് എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. ബാഡ് ബോയ് ആകണമെന്നുള്ളത് താങ്കളുടെ ആഗ്രഹമാണോ? സാർ, ഞാൻ ഈ ലോകത്തിന്റെ എക്സ്പെക്ടേഷനെ 0 ആക്കിക്കൊണ്ടിരിക്കുക. അതായത് ബാഡ് ബോയ് എന്ന് വേറൊരാളൊന്നും പറയേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾ എന്നെ വഴക്ക് പറയുന്നതിന് മുന്നായിട്ട് ഞാൻ തന്നെ സമ്മതിക്കുകയാണ്. അതെ, ഞാനൊരു തെറ്റായ മനുഷ്യനാണ്. പക്ഷെ എനിക്കറിയാം ഞാൻ ആരാണെന്ന്. പക്ഷേ മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷനെ ഞാൻ 0 ആക്കി മാറ്റുകയാണ്. പക്ഷേ താങ്കളെ ഇത്രയും പേര് ഫോളോ ചെയ്യുന്നുണ്ട്, അതിലും കൂടുതൽ യങ്സ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് താങ്കൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ? സാർ, ഞാൻ ശരിയായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ. താങ്കൾ ശിവനെ കളിയാക്കിയത് അതും ഇല്ല ശരി സാർ, തന്നെയാണ്. ഞാൻ ഒരിക്കലും ശിവനെ കളിയാക്കിയിട്ടേ ഇല്ല. ഞാൻ ശരിക്കും അദ്ദേഹത്തിന്റെ വലിയൊരു ഭക്തനാണ്. പിന്നെ എന്തിനാണ് ഞാൻ കളിയാക്കുന്നത്? ഞാൻ ശിവനെ കളിയാക്കുന്ന രീതിയിൽ അതിലൊന്നും എഴുതിയിട്ടില്ല സാർ. അതിൽ ഞാൻ എന്താ എഴുതിയെന്ന് വെച്ചാൽ,
ആ ലിറിക്സ് എന്തായിരുന്നു? ആ, ശിവഭഗവാന്റെ ബ്ലെസ്സിങ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അതാണ് ഞാൻ എഴുതി. താങ്കൾ അതിൽ മറ്റു പല വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അത് താങ്കൾ പിന്നീട് എഡിറ്റിംഗ് ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ ആ പാട്ടില് ശിവന്റെ പേര് വന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അതിൽ ഒഫൻഡായി. പിന്നെ ഞാൻ മാപ്പി വയ്ക്കുകയും ചെയ്തു. കാരണം നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇരുന്ന് എഴുതുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് പ്രോസസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ. പിന്നീടായിരിക്കും നമ്മൾ ആലോചിക്കുക ഇങ്ങനെയുള്ള വരികൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം. അതായത് യു ആർ ഓൾസോ സോഷ്യലി റെസ്പോൺസിബിൾ സിറ്റിസൺ ഓഫ് ദ കൺട്രി. അതോടെ ഞാൻ എൻ്റെ തെറ്റുകൾ അംഗീകരിക്കുകയും അതിന് മാപ്പ് പറയുകയും ചെയ്തു. ഞാൻ ശിവനല്ല, മറ്റേത് ദൈവങ്ങളാണെങ്കിലും ശരി, അതായത് ഏത് മതത്തിൻ്റെ ദൈവങ്ങളാണെങ്കിലും ശരി, ഒരു വിധത്തിലുള്ള തെറ്റായ കാര്യങ്ങളൊന്നും എഴുതാറില്ല. പബ്ലിക്കിന്റെ മനസ്സിൽ എന്താണെന്നുള്ളതും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? റാപ്പ് പാടാൻ റാപ്പ്? ആഗ്രഹിക്കുന്നുണ്ട്. റാപ്പ് പാടാൻ ആഗ്രഹിക്കുന്നേ പഠിക്കൂ. पड़ोसी पूछे घर पे करता क्या है काम लोंडा 12 लोग गैले लगता नहीं आम लोंडा दाढ़ बीच के यो करे बात सब कयो घूर घूर देखे रोले तारे सुबह शाम लोंडा नशे वाली चीज पाली ना कदी भी ओए टोरा पूरा लेरा बोस वाली फील लोए तेरी छाती ते भी चोड़े मारे टायर बोए आमे चढ़ चढ़ के यो मानता नहीं हार छोरा 2 लीटर का रखा काला घोड़ा फोड़ का चढ़ा दूं उसके ऊपर जो घना हूं बोल रहा यंग ब्लड मारा मारे यो उबाले रोज बात चीज स्ट्रोंगर लोंडा भी तो तगड़ा हो रहा क्रेजी कहवे मुझे गैल खिल लगे एम डिफरेंट लाइफस्टाइल मेरी डिफरेंट मेरी वॉक बॉय बुल्ट का यो जोड़ा रखा जोड़ा शेफर डॉग बॉय हॉप बॉय कहवे मुझे करम कंडी छोरा मैं RCNG की गाड़ी में भी काटू पूरा टोरा. ഇതിന് ഉത്തരം നൽകുന്നത് പോലെ താങ്കളും തീർച്ചയായും ഒരു റാപ്പ് പാടണം. അത് ഞാൻ ഇപ്പോഴാണ് റീസെൻ്റായിട്ട് എഴുതിയത്. അതായത് എൻ്റെ അജണ്ട എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മ്യൂസിക്കിനെ ഗ്ലോബലി കൊണ്ടുപോകണം. അതുകൊണ്ട് ये गोरे बोरों से हिंदी बुलवा देंगे, काइली जेनर को बिंदी लगवा देंगे और जो देखकर हमें गेट होते थे बंद सारे गेट खुलवा देंगे. दिलजीत पाजी को चला नाटू नाटू ऑस्कर, कामयाबी हमने दोनों हाथों से पकड़ के खींच ली और कभी रेंज रोवर रेंज के बाहर होती थी, टाटा अंकल ने पूरी कंपनी खरीद ली. जो भी मिली है ब्लेसिंग्स हमें वो थोड़ी ना लगे, जो भी जितनी भी मिली हैं ब्लेसिंग्स हमें थोड़ी ना लगे और हमारी बोली की कहीं बोली ना लगे और ये ग्रैमी व्रैमी सारे आए पड़े हैं, किसी सिद्धू मूसेवाले को गोली ना लगे. ഇപ്പോഴൊരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ ഇദ്ദേഹത്തിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരും. വീണ്ടും കാണാം. ഭാഷ താങ്കൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് എൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, ഇന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ഓർത്തു. അന്ന് എത്രത്തോളം നന്നായിരുന്നു, പക്ഷെ വഴക്കുണ്ടായി. ആ ജ്യേഷ്ഠൻ ആരാണ്? എന്തൊക്കെ ഓർമ്മകളാണ് വന്നത്? വെൽക്കം ബാക്ക്. ഇന്ന് ആപ്കെ അദാലത്തിൽ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സിംഗിങ്ങിന്റെ ഗ്ലോബൽ സ്റ്റാർ ഭാഷയോടാണ്. ആപ്കെ അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ ഫ്രീ സ്റ്റൈൽ മ്യൂസിക്കിന്റെ സ്റ്റാർ ഭാഷയുടെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറ്റിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. ഭാഷ താങ്കൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് എൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, ഇന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ഓർത്തു. അന്ന് എത്രത്തോളം നന്നായിരുന്നു, പക്ഷെ വഴക്കുണ്ടായി. ആ ജ്യേഷ്ഠൻ ആരാണ്? എന്തൊക്കെ ഓർമ്മകളാണ് വന്നത്? ഇത് ഞാൻ ഹണിക്ക് വേണ്ടി എഴുതിയാണ് സാർ. നിങ്ങൾ വലിയൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ അദ്ദേഹത്തിനോട് എഴുതിയാണ്. താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ചിലർ ഗെയിം ക്രാക്ക് ചെയ്യില്ല, ചിലർക്ക് കംബാക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് സാർ. ആർക്കു വേണ്ടി എഴുതിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതെ, പക്ഷേ നിങ്ങൾക്കുള്ളിൽ നല്ല സൗഹൃദമുള്ള സമയത്ത് താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെ എഴുതാൻ സാധിച്ചു? അത് സാർ, അതിനുള്ള യോഗ്യതയൊക്കെ ഉണ്ടല്ലോ സാർ. പിന്നെ ചില വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. എൻ്റെ ചേട്ടന് ഞാൻ എന്തും പറയും, പക്ഷെ വേറെ ആരും പറയാൻ പാടില്ല.
താങ്കൾ സ്വയം റോൾസ് റോയ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വേറെന്തോ പറഞ്ഞ് നിങ്ങൾക്കുള്ളിൽ വ്യത്യസ്തത കാണിച്ചിരിക്കുക. ഇതുപോലുള്ള കോമ്പറ്റീഷനൊക്കെ നടക്കും സാർ. അത് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ഞങ്ങളുടെ ജോണറാണ്. ഞങ്ങളുടെ ഈ ജോണറിൽ ഇതുപോലെ നടക്കുന്നത് സാധാരണമാണ്. ഒരുപക്ഷേ ഇതുപോലുള്ള വഴക്കൊക്കെ നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് എൻ്റർടൈൻമെൻ്റ് ആണ്? ഇറ്റ് ഈസ് എൻ്റർടൈൻമെൻറ്റ്, അതല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷെ ഈ കാര്യം സത്യമാണോ എന്ന് അറിയണം. ഹണി സിംഗും താങ്കളും വളരെ ക്ലോസ് ആയിരുന്നു. അദ്ദേഹം താങ്കൾക്ക് പാട്ട് എഴുതാൻ പഠിപ്പിച്ചു തന്നു, റാപ്പ് ചെയ്യാൻ പഠിപ്പിച്ചു. അങ്ങനെയൊന്നുമില്ല സാർ, ഇല്ലേ? അത് സത്യമല്ല. ഇത് കുറച്ച് ഓവറാണ് സാർ. അതായത് ഞാൻ എല്ലാവരെയും അങ്ങനെ ചേട്ടാന്ന് വിളിക്കാറില്ല. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഞാൻ പാട്ടെഴുതി. എഴുതാൻ അദ്ദേഹം പഠിപ്പിച്ചതല്ല, എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും. അദ്ദേഹത്തിന് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ജോഡിയും അതുപോലെ അടിപൊളിയായിരുന്നു. കാരണം എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, അദ്ദേഹത്തിന് ഡാൻസ് കളിപ്പിക്കാനും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ബ്രേക്കപ്പ് ആയി? എന്തായിരുന്നു വഴക്ക്? ബ്രേക്കപ്പ് എങ്ങനെയായിരുന്നു? അദ്ദേഹം എനിക്ക് ഒരുപാട് ടെൻഷൻ തരുമായിരുന്നു. ഞാൻ റിലേഷൻഷിപ്പിൽ വളരെ സീരിയസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം എന്നെ ചീറ്റ് ചെയ്തു. പിന്നെ പോകെ പോകെ ഞങ്ങൾക്കിടയിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായി. 6 വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ് കുറച്ച് വേറെയാണ്, എൻ്റേത് വേറെയാണ്. പിന്നെ എക്സ്പെക്ടേഷൻസ് തമ്മിൽ ഒരുപാട് മിസ്മാച്ച് ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ പിരിഞ്ഞത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ താങ്കളുടെ കരിയറെ അപ്ഗ്രേഡ് ചെയ്ത് താങ്കൾ വലിയ സ്റ്റാർ ആയതിനു ശേഷം അദ്ദേഹത്തിന് നല്ല സന്ദർഭങ്ങൾ കിട്ടിയില്ല. അപ്പോൾ താങ്കൾ അദ്ദേഹത്തെ തീർച്ചയായും സഹായിക്കേണ്ടതല്ലേ? ശരിയല്ലേ? ഞാൻ അദ്ദേഹത്തെ സഹായിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അദ്ദേഹം വളരെ നല്ല കഴിവുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേശ്ശെയായിട്ട് ശരിയായി. ഞാൻ ഓർക്കുന്നു, മിർച്ചി മ്യൂസിക് അവാർഡ് സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെ കാണാൻ കൂട്ടാക്കിയില്ല. നല്ല ഓർമ്മയുണ്ട് എനിക്ക്. എങ്ങനെ വന്ന് കാണും? അതായത് യോയോ ഹണി സിംഗർ ഒരു ബിസിനസ്മാൻ ആണ്, പിന്നെ ഒരു റാപ്പറാണെന്ന് താങ്കൾ പറഞ്ഞ അതിലെന്താണ് തെറ്റുള്ളത്? നല്ല കാര്യമല്ലേ? ബിസിനസ്മാനുമാണ്, റാപ്പറുമാണ്. അദ്ദേഹത്തിന് നല്ലപോലെ ബിസിനസ് അറിയാമല്ലോ. ഞാൻ പറയുന്ന ആൾക്കാർ ഇതൊക്കെ പഠിക്കണമെന്നാണ്. താങ്കളുടെ മേലുള്ള മറ്റൊരു ആരോപണം യൂട്യൂബിൽ താങ്കൾക്ക് വരുന്ന വ്യൂവേഴ്സ് എല്ലാം പണം കൊടുത്ത് വരുന്നവരാണെന്നുള്ളതാണ്. അതെങ്ങനെ? പാഗൽ എന്ന പാട്ടിന് 70 മില്യൺ വ്യൂവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ യൂട്യൂബ് അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് താങ്കൾ പണം കൊടുത്ത് നേടിയതാണെന്നാണ് പറയുന്നത്. കാശ് കൊടുത്തിരുന്നു. ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് വേണ്ടിയിട്ട് കാശ് കൊടുത്തിരുന്നു. അതിൽ തെറ്റൊന്നുമില്ല. അതിൻ്റെ എല്ലാ റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ, അത് എൻ്റെ പാട്ട്, ഒരു ഇന്ത്യൻ പാട്ട് എന്തുകൊണ്ട് വേൾഡ് നമ്പർ 1 ആയിക്കൂടാ? അതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്തത്. തീർച്ചയായിട്ടും ലോകം മുഴുവനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്താ അങ്ങനെയല്ലേ? ഞാൻ ചെയ്ത കാര്യം ഓപ്പണായിട്ട് പറഞ്ഞു. എല്ലാരും ചെയ്യുന്നു, പക്ഷെ അവരാരും കുടുങ്ങിയില്ല. താങ്കൾ കുടുങ്ങി. ഇല്ല സാർ, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഗൂഗിൾ ആഡ് യൂസ് ചെയ്തു എന്ന്. അങ്ങനെയാണ് എല്ലാവരും ഇക്കാര്യങ്ങൾ അറിഞ്ഞത്. താങ്കളും ഇക്കാര്യം അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പോൾ താങ്കൾ ചെലവ് ചെയ്ത രീതിയിലുള്ള ലാഭം താങ്കൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചോ? ആ, ഞാൻ ചെലവാക്കിയതിന് ലാഭം കിട്ടി. സാർ, കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പാട്ടുണ്ടാക്കിയാൽ അത് എല്ലാ ആൾക്കാരുടെ അടുത്തേക്ക് എത്തണം. ഇന്ത്യയിൽ എനിക്ക് നല്ല റീച്ച് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഞാൻ കുറച്ച് ഗ്ലോബലി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് എനിക്ക് എല്ലാ കൺട്രികളിലും ആഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും അറിയും. അങ്ങനെ എനിക്ക് ലാഭം കിട്ടി. ആ സമയത്ത് എനിക്ക് എന്തുമാത്രം കിട്ടാവോ അത്രയും കിട്ടി. ഏത് മ്യൂസിക് കാരണമാണോ താങ്കൾ ഈ പൊസിഷനിൽ വന്നത്? ഏത് മ്യൂസിക്കാണോ താങ്കൾക്ക് എല്ലാം നൽകിയത്? ഏത് മ്യൂസിക് കാരണമാണോ ഇത്രയും സ്നേഹവും പ്രശസ്തിയും നേടിയത്? ഒരു കാലത്ത് ആ മ്യൂസിക് എല്ലാം വിട്ട് ഷോസ് ഒക്കെ എന്തിനാണ് ക്യാൻസൽ ചെയ്തത്? എനിക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ ആൻഡ് സിവിയർ ഇൻസൈഡ് ഡിസോർഡർ ഉണ്ടായിരുന്നു. 6 മാസം ഞാൻ മരുന്ന് കഴിച്ചു. അത് വളരെ മോശം കാലമായിരുന്നു. വളരെയധികം ഡാർക്കായിരുന്നു. ആ സമയത്ത് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഇത് എപ്പോഴാണ് അവസാനിക്കുക എന്നും എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ള ചിന്തയായിരുന്നു. ഞാൻ കുറച്ച് ഡാർക്കായിട്ട് പറയാൻ പോവാണ്. എൻ്റെ മരണം കൊണ്ട് മാത്രമേ ഇത് അവസാനിക്കുള്ളൂ എന്ന് ഞാൻ കരുതി. പിന്നെ ഇതിൽ നിന്ന് ഞാൻ കടന്നു വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ദാറ്റ് ഈസ് വൈ ഐ പ്രോബബ്ലി വെന്റ് അപ് ടു ഹണി ഇൻ ദാറ്റ് വേർഡ്സ്. ബിക്കോസ് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഹണിക്കും ഇതിനായിരിക്കും സംഭവിച്ചെന്ന്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ,
അച്ഛനും അമ്മയുടെയും കൂടെ ഇരിക്കുന്നിടത്തോളം സുരക്ഷിതത്വം വേറെ എങ്ങും കിട്ടില്ല എന്ന്. അച്ഛന്റെ അമ്മയുടെ അടുത്ത് മാത്രമേ മക്കൾ സുരക്ഷിതരാക്കത്തുള്ളൂ. വേറെ എവിടെയും കിട്ടില്ല സാർ. ലോകത്ത് വേറെ എവിടെയും കിട്ടില്ല. ഹിറ്റ്, ഫ്ലോപ്പ്, കംബാക്ക് ഇത് ഒരിടത്തും കിട്ടില്ല സാർ. അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ഈ ലോകത്ത് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഇടയിൽ നല്ലൊരു ജീവിതം നമ്മൾ ജീവിച്ച് കാണിക്കണം. നന്നായിട്ട് തന്നെ ജീവിക്കണം. പക്ഷേ ഇവഞ്ച്വലി എന്താന്ന് വെച്ചാൽ ഹെൽപ്പ്, പിന്നെ അച്ഛനും അമ്മയും, അതിന്റെ മുകളിൽ മറ്റൊന്നുമില്ല സാർ. അതിന്റെ മുകളിൽ വേറെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇടയിലൊന്ന് പെട്ടുപോയി, എങ്കിലും രക്ഷപ്പെട്ടു. എൻ്റെ ഡോക്ടർ നരേന്ദ്രപ്രതി ഇന്നും കൂടി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചതേ ഉള്ളൂ. പക്ഷെ താങ്കൾ എങ്ങനെയാണ് ഇത്ര സെൻസിറ്റീവ് ആയത്? അതായത് പടം കണ്ട് താങ്കൾ ഡിപ്രഷൻ ആയെന്നും കേട്ടു. സാർ അത് പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ ആങ്സൈറ്റി വരുന്ന സമയത്തൊക്കെ ഓരോ ഗുളിക വീതം കഴിക്കുമായിരുന്നു. അത് ശരിക്കും ഒരു സൈക്കിൾ തന്നെയായിരുന്നു. ആ സമയത്ത് ഞാനൊരു ഫിലിം കണ്ടായിരുന്നു, ലുട്ടേര. നിങ്ങൾ കണ്ടുണ്ടോ? രൺബീർ സിംഗും സോനാക്ഷി സിൻഹയുടെയും. ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഡിപ്രഷൻ വല്ലാതെ തന്നെ അറ്റാക്ക് ചെയ്തു. ദിവസം കഴിച്ചുവിടുന്ന ഒരു ഗുളികയ്ക്ക് വരെ 2 ഗുളിക കഴിച്ചു. പിന്നെ ഞാൻ നല്ല ഉറക്കമായി. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ, ഞാൻ വല്ലാത്ത പ്രശ്നത്തിലാണ്. അദ്ദേഹം ചോദിച്ചു എന്താന്ന്. ഡോക്ടർ, ഞാനൊരു പടം കണ്ടിരുന്നു, പടത്തിന്റെ പേര് ലുട്ടേര. എനിക്ക് വളരെയധികം എൻസൈറ്റിയായി, ഡിസോർഡറായി. ഞാൻ ഒരു ഗുളികയ്ക്ക് വരെ ഇപ്പോൾ 2 ഗുളിയാണ് കഴിക്കുന്നത്. ആ ഗുളിക എന്ന് പറയുന്നത് ഒരു ഡോസാണ്. അതിൽ കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു, നീ തൽക്കാലം ഒരു കാര്യം ചെയ്യേ, ദയവിധി നീ റാഞ്ചനെ കാണാൻ നിൽക്കരുത്. അങ്ങനെ അതുകൊണ്ട് ട്രിപ്പിൾ ഡോസ് എടുക്കേണ്ട സാഹചര്യം. അതെ, ചെറിയ ചെറിയ ട്രിഗർ പോയിന്റ്സുകളുണ്ട് സാർ. പക്ഷെ അത് എന്ത് ട്രിഗർ ചെയ്യുന്ന അറിയില്ല സാർ. ഞാൻ നിങ്ങളുടെ എൻസൈറ്റിയെ പറ്റി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ്. എൻസൈറ്റി എല്ലാവർക്കും ഉണ്ട്. ചില ആൾക്കാർക്ക് പാമ്പിനെ കാണുമ്പോഴായിരിക്കും. എല്ലാ സാധനത്തിനോടും അങ്ങനെയുണ്ട്. ചിലപ്പോൾ ഈ എൻസൈറ്റി വലുതായി കഴിയുമ്പോഴാണ് എൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ആ എൻസൈറ്റി ഡിസോർഡറാണ് സാർ എനിക്ക് വന്നത്. താങ്കൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തു വന്നിട്ടും തിരിച്ചു വന്ന കരിയർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും പുറത്തെങ്ങനെ കടക്കാമെന്നുള്ള യങ്സ്റ്റേഴ്സിനോടുള്ള താങ്കളുടെ ഉപദേശം? പ്ലീസ്, നിങ്ങളിതൊക്കെ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും ഇഗ്നോർ ചെയ്യരുത്, അല്ലെങ്കിൽ അവസ്ഥ വളരെ മോശവും. ഞാൻ എൻ്റെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ കാത്തിരുന്നു. അവിടെ ഒരു വാർഡുണ്ടല്ലോ, ന്യൂറോ സൈക്കട്രി വാർഡ്. അവിടെയുള്ള ആൾക്കാരൊക്കെ മാനസിക സമനില തെറ്റിയ ആൾക്കാരാണ്. അപ്പോൾ നമുക്കും സമനില തെറ്റിയെന്ന് തോന്നിപ്പോവും. അവിടെ വെച്ച് ഞാൻ വല്ലാതെ ട്രിഗറായി പോയി. ഞാൻ എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറയണമെന്ന് ആഗ്രഹിച്ചു. ഡോക്ടറെല്ലാം കേൾക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടറോട് പറയാൻ തുടങ്ങി. അദ്ദേഹം 1 മിനിറ്റ് പോലും കേട്ടില്ല. എന്നിട്ട് എനിക്ക് മരുന്ന് തന്നു. ഞാൻ കുറച്ച് ഓക്കെ ആയി. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഡോക്ടറോട് തന്നുമ്പോൾ ഡോക്ടർ എന്നെ കേൾക്കാൻ പോലും തയ്യാറായില്ല. ഒരു വാക്കുപോലും കേൾക്കാൻ തയ്യാറായില്ല. ഡോക്ടർ പറഞ്ഞു, നിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു, അതുകൊണ്ടാണ് നിനക്ക് ഞാൻ മരുന്ന് തന്നതെന്ന്. വേഴ്സ്റ്റ് കേസിലാണ് നമുക്ക് മെഡിസിൻ തരുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു സ്റ്റേ ഹാപ്പി. സന്തോഷമായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങളെ ആരാണ് സന്തോഷിപ്പിക്കുന്നത് അവരോട് ചെലവഴിക്കണം. എന്ത് ചെയ്താലാണ് സന്തോഷം കിട്ടുന്നത് അത് ചെയ്യണം. അതിനേക്കാളും വേറെ വലിയ കാര്യം ഒന്നുമില്ല. പ്ലീസ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. മറ്റൊരു കാര്യം, എപ്പോൾ ഡിപ്രഷൻ ആയാലും ഡോക്ടറിന്റെ അടുത്ത് ഒരിക്കലും പോകാതിരിക്കരുത്. അതല്ലേ? തീർച്ചയായും. ഡിപ്രഷൻ ആയിരിക്കുന്ന സമയത്ത് ഹെൽപ്പ് ചോദിക്കണം, തെറാപ്പിസ്റ്റിനെ പോയി കാണണം. അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, വളരെയധികം ഹെൽപ്പ് ചെയ്യും. താങ്കൾ യങ്സ്റ്റേഴ്സിന് നല്ല അഡ്വൈസ് ആണ് കൊടുത്തത്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ബാദ്ഷയോടുള്ള ചോദ്യശരങ്ങൾ നമ്മൾ വീണ്ടും തുടരുന്നതായിരിക്കും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ സിംഗർ ബാദ്ഷയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ബാദ്ഷയുടെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റാരോപണം, ഇദ്ദേഹം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഡ്രാമ ചെയ്യുന്ന വ്യക്തിയാണെന്നാണ്. ഇവിടെ നോക്കിയാണെങ്കിൽ താങ്കൾ ഏതെല്ലാം രീതിയിൽ ഡ്രാമ ചെയ്യുന്നുവോ അതിലൊന്നിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതെ, ഷോർട്സ് ധരിച്ചിരിക്കുന്നു, അതിന്റെ വള്ളി പുറത്തേക്ക് കാണാനുണ്ട്. 2 കാലിൽ താങ്കൾ വേറെ വേറെ ഷൂകളാണ് ധരിച്ചിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾക്ക് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
പാട്ട് നന്നായിരുന്നു, പക്ഷെ വള്ളി കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? സാർ ഇത് ഫാഷനാണത്. രസമല്ലേ? നന്നായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് തോന്നി. അവിടെ സാർ ഇരിപ്പുണ്ടല്ലോ, സാറിന് ഫാഷനാണെന്ന് തോന്നിയില്ലേ? അതെ, കറക്റ്റാണ്. അദ്ദേഹം ഫാഷന്റെ ഒരു മാസ്റ്റർ തന്നെയാണ്. സുനിൽ ഷെട്ടി സാർ, ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഭാഷ എന്ത് ചെയ്താലും അത് ഫാഷനാ. കൂടുതൽ സംസാരിക്കുന്നത് താങ്കളുടെ ഷൂവിനെ കുറിച്ചാണ്. അതിലെന്താണ് മിസ്റ്ററി? ഒരു മിസ്റ്ററി ഇല്ല, അത് ഷൂസാണ്. കൊച്ചിലെ ഷൂവിന് വേണ്ടി അടിയുണ്ടാക്കിയിരുന്നു, ഇപ്പൊ കാശ് കൊടുത്തു വാങ്ങുന്നു. നിറയെ ഷൂ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? ആ, കുറെ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, താങ്കൾ എന്തായാലും ലെംബോർഗിനി വാങ്ങി, പക്ഷെ താങ്കൾക്ക് വണ്ടിയുടെ താക്കോൽ എടുക്കാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാ? എനിക്ക് അതിന്റെ ഗിയർ എങ്ങനെയാന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അതിൽ ഗിയർ ഉണ്ടാവില്ല സാറേ. അത് പെഡൽ ഷിഫ്റ്റിൽ നിന്നാണ് ഓൺ ചെയ്യേണ്ടത്. എനിക്കത് അറിയില്ലായിരുന്നു. ഗിയർ ഇല്ലെന്നാരാ പറഞ്ഞേ? എന്താ, നീ അത് ഓടിച്ചിട്ടുണ്ടോ? അത് വാങ്ങിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ ഞാൻ പറഞ്ഞു വന്നത്, അത് ഓടിക്കുന്ന കാര്യം അല്ലേ? ഞാൻ അതിനകത്ത് കയറി നിന്നിട്ട് ഗിയർ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് അത് ഓടിച്ചത്. കുറച്ച് ജാമൊക്കെ ഉണ്ടാക്കി. പിന്നെ എനിക്ക് മനസ്സിലായി പെഡൽ ഷിഫ്റ്റിന്റെ കാര്യം. റൈറ്റ് ഹാൻഡിലാണ് അത് ചെയ്യേണ്ടതെന്നും ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് അത് ഓടിച്ചത്. എനിക്കറിയില്ലായിരുന്നു. താങ്കൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ നല്ല റോളുകളൊക്കെ ലഭിച്ചെന്ന് കേട്ടു. ലവ് സ്റ്റോറിയിൽ നല്ലൊരു ക്യാരക്ടറിന് ചാൻസ് കിട്ടിയെന്ന് കേട്ടു. അങ്ങനെ ഒരു കാര്യം നടന്നു. ഒരു റോൾ വന്നായിരുന്നു. എന്താ വേണ്ടെന്ന് പറഞ്ഞത്? ലവ് സ്റ്റോറി നിങ്ങൾ കണ്ടായിരുന്നോ? വിക്കി ഘോഷാലിന്റെ റോൾ കണ്ടായിരുന്നോ? വിക്കി ഘോഷാലിന്റെ റോളാണ് എനിക്ക് വന്നത്. കരൺ സാർ ആ ക്യാരക്ടറിനെ കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ എന്തിനാണ് സാർ ഈ റോളൊക്കെ ചെയ്യുന്നത്? ഞാൻ അത് ആൺവർഗത്തിനൊക്കെ എതിരായ ഒരു റോളാണല്ലോ എന്ന് കരുതി. എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. ഞാനത് വേണ്ടാതെന്ന് വെച്ചു. പിന്നെ അതിനുശേഷം ഗുഡ് ന്യൂസിൽ ദിൽജിത് സാറിന്റെ റോളിന്റെ ഓഫർ വന്നു. ആ സമയത്ത് അക്ഷയ് കുമാറിലായിരുന്നു, അപ്പോൾ രാജീവ് കുമാർ ആയിരുന്നു ചെയ്തത്. പിന്നെ രാജ് സാറ് എന്നെ ഓഡീഷന് വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു, ദിൽജിത് സാറിന്റെ റോളിന് വേണ്ടിയിട്ട്. ആ ലവ് സ്റ്റോറിയിൽ കുഡിൻ സാറ്റിസ്ഫൈഡ് ഹിസ് വൈഫ്. മാത്രമല്ല ഇതിൽ അതിന് കുട്ടികളുണ്ടാവില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ കാന്താര ഷഫഖാൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അതിലൊരു റാപ്പറിന്റെ റോൾ ഉണ്ടായിരുന്നു. ആ ആക്ടറിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ വരുന്നതൊക്കെ നിൽക്കുന്നു കരുതി. സാർ, ഇതുപോലത്തെ ഓഫറുകളാണ് എനിക്ക് വന്നത്. ഇതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? എനിക്കറിയില്ല സാർ, ഐ ഡോണ്ട് നോ. അവർക്ക് ഒരു പക്ഷേ എന്നെ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല സാർ. സാറിന്റെ ഒരു സോങ് ഉണ്ട്, ഹാർട്ട് ലിസ്റ്റ്. അതിന്റെ ഇൻസ്പിറേഷൻ ചോദിക്കണം. അത് എവിടെന്നാ? ദാറ്റ്സ് എ വെരി വെരി നൈസ് സോങ്. ഹാർട്ട്ലെസ് ഓർമ്മയും ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ ചണ്ഡീഗഡിലായിരുന്നു. ഞാൻ ഡൽഹിക്ക് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരുന്നു. ഒരുപാട് സമയം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് എഴുതി, എനിക്കറിയാം मेरा चेहरा तेरे दिल का सुकून है, तू भी मेरी इन रगों में बहता खून है, कहने को दूर है दिल के करीब है, पैसे का नशा भी जाने जाना एक जुनून है, तुझे कैसे मैं बताऊं तू कितनी मासूम है. ശരിക്കും പറഞ്ഞാൽ പാവമൊന്നുമല്ല. मुझे पता है तू है परेशान क्योंकि मेरी पहली एल्बम पिछले 2 सालों से कमिंग सून है, पर तू हिम्मत न हार, दिल छोटा मत कर, साथ मेरे चल मेरा हाथ पकड़ कर, आंखों में तू आंसू लेके सोया न कर, बेबी बादशाह की जान है तू रोया ना कर. അവളത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായേനെ. അവരവരുടെ പാട്ടുകൾ എല്ലാവരും കേൾക്കും, പക്ഷെ താങ്കൾക്ക് ഏത് പാട്ടാണ് ഇഷ്ടം? താങ്കൾക്ക് ഏതെങ്കിലും ഒരു പാട്ട് പറയാമോ? അത് എനിക്കിപ്പോ ഈ അടുത്ത് കിങ് എന്ന ഗാനം വളരെ ഇഷ്ടമാണ്. ഒരെണ്ണം ഒന്ന് കേക്കട്ടെ സർ. അത് ഞാൻ എങ്ങനെ പാടും? അത് മറ്റൊരാളുടെ Please, sir. പാട്ടല്ലേ? ട്രൈ ചെയ്യ് സർ, ട്രൈ ചെയ്യോ, ഇതാ അവിടെ പാടുന്നു. ട്രൈ ചെയ്യ് സർ. ഓ देख सकता नहीं कुछ मैं रखूंगा सोनिया, कभी देख सकता नहीं सोनिया, तेरे दिल से ना कभी खेलूंगा, सारे राज अपने दे दूंगा, मेरी जान तेरे बगैर तू मान मेरी जान,
വളരെ നന്നായിരുന്നു. നന്നായിട്ട് പാടി. താങ്ക് യു. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഹോളിവുഡ് ആക്ട്രസിന്റെ കൂടെ പാടുന്നത് ഞാൻ കേട്ടിരുന്നു. ഇനിയും വേറെ വല്ല ഹോളിവുഡ് ആക്ട്രസിന്റെയും കൂടെ പാടാനുള്ള താല്പര്യമുണ്ടോ സാർ? പ്ലീസ് മറുപടി പറയൂ. തലവരെ നല്ലതാണെങ്കിൽ നടക്കും, അല്ലതെന്ത്. നമുക്ക് നോക്കാം. ബാദ്ഷാ, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ആണ് ഉള്ളത്. താങ്കളുടെ ഇത്രയും സോങ്സ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ളതും ഉണ്ട്. അതിലേതെങ്കിലും ഒരു സോങ്ങിൽ വെച്ചിട്ട് ഒന്ന് ഡാൻസ് കളിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു വളരെ വലിയ കാര്യമായിരിക്കും. പ്ലീസ്. ഞങ്ങളുടെ അടുത്ത് ട്രാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ പ്ലേ ബാക്ക് സിംഗർ ബാദ്ഷയുടെ അടുത്ത് ചോദ്യശരങ്ങൾ എഴുതി അദ്ദേഹം അതിനുള്ള ഉത്തരങ്ങൾ നൽകി. ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ സൗഹൃദത്തിനെ കുറിച്ച് ചോദിച്ചു, പിക്കപ്പിനെ പറ്റി ചോദിച്ചു, പേഴ്സണൽ ലൈഫിനെ പറ്റി ചോദിച്ചു, അദ്ദേഹത്തിന്റെ തുടക്കകാല ജീവിതത്തിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യവും ഞാൻ ചോദിച്ചു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ ഫാഷൻ എക്സ്പേർട്ട് സുനിൽ ഷെട്ടിയോട് ഇതിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് ചോദിക്കാം. അതായത് ഭാഷ എന്നാൽ ഒരു രാജാവാണ്, വേണമെങ്കിൽ ചക്രവർത്തി എന്നും പറയാം, അതല്ലെങ്കിൽ ഒരു സുൽത്താൻ, ഭരണം നിർവഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ആരുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ ഇത് ആപ്കി അദാലത്താണ്. ആപ്കി അദാലത്തിൽ രജത് ശർമ്മയുടെ മുന്നിൽ എത്ര വലിയ ഭാഷയാണെങ്കിലും ഹാജരാകേണ്ടതായിട്ട് വന്നു. നിങ്ങളോട് ജനങ്ങൾക്കുള്ള സ്നേഹം കാരണം, ഈ ആപ്കി അദാലത്തിൽ നിങ്ങളുടെ എല്ലാ മറുപടികളും കാരണം, ഒപ്പം നിങ്ങളുടെ പുഞ്ചിരി തൂക്കിയ മുഖവും കാരണം, പിന്നെ നിങ്ങളുടെ ഉത്തരങ്ങളും കൂടി കാരണം എല്ലാവരും ഇവിടെ വളരെ സംതൃപ്തരാണ്. ഇനി കാര്യം എന്താണെന്ന് വെച്ചാ, ജഡ്ജി എപ്പോഴും ഒരു നിഷ്പക്ഷനായി തന്നെ ഇരിക്കണം. പക്ഷെ ഞാനൊരു ആശയക്കുഴപ്പത്തിലാണുള്ളത്. കാരണം ഇവിടെ രജത് സാറിന് ഒരു കാര്യം അറിയില്ല. അതെന്താണെന്ന് വെച്ചാ, ഈ ജഡ്ജി തന്നെ ഭാഷയുടെ ഒരു ഫാനാണ്. നിങ്ങൾക്ക് ഒരു നല്ല വിധി നൽകാൻ എന്നെ കൊണ്ട് സാധിക്കും. പക്ഷേ ഇതിനുവേണ്ടി എൻ്റെ കയ്യിൽ 2 കണ്ടീഷനുണ്ട്. ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നന്നായിട്ട് റാപ്പ് ചെയ്യുന്നുണ്ട്, പാർട്ടി സോങ്ങുകൾ എഴുതുന്നുണ്ട്, അതുമാത്രമല്ല വളരെ പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോക്ക് സോങ്ങുകളെയും നിങ്ങളുടെ റാപ്പ് ലിസ്റ്റിലേക്ക് ചേർത്താൽ അത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നിങ്ങളൊരു സോങ് കണ്ടിട്ടുണ്ട്. അത് ആ ഗന്ധാപുൽ എന്ന സോങ് ആയിരുന്നു. അതിൽ നിങ്ങൾ നമ്മുടെ ഫോക്ക് സോങ് കുറച്ച് ഉള്ളിൽ ചേർത്തതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ അത് ഇനിയും അധികമായിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ജവാബ് എന്ന പാട്ട് ഞാൻ ഇന്നലെയോ മെനിഞ്ഞാന്നോ കേട്ടായിരുന്നു. അതൊരു വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നിങ്ങൾ റാപ്പിൽ നിന്നും റൊമാൻറ്റിക് ജേണറിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു രഹസ്യ കാരണം ഉണ്ടായിരിക്കുമല്ലോ. അദ്ദേഹം പുതിയതായിട്ട് പാടിയ പാട്ട് നമ്മൾ തീർച്ചയായിട്ടും കേൾക്കണ്ടേ? ഈ വിചാരണ നിങ്ങൾ തീർക്കണമെങ്കിൽ അതിന്റെ മുന്നേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തേ തീരൂ. അതായത് അതെന്താണെന്ന് വെച്ചാ, നിങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് പാടിയ ജവാബ് എന്ന പാട്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് ഞങ്ങളുടെ കാഴ്ചക്കാർക്ക് വേണ്ടി ഇവിടെ നിന്ന് ആലപിക്കണം. അതിനുശേഷം നിങ്ങളുടെ വിചാരണ അവസാനിക്കുന്നതായിരിക്കും. ये मुनासिब होगा हमको थाम लो के, हम भी चांद ढूंढने लगे हैं बादलों में, नाम शामिल हो चुका है अपना पागलों में. मतलबी इस दुनिया से किनारे कर दूं, नाम तेरे सारी की सारी बहारें कर दूं, बस चले तो तेरे हाथ में सितारे रख दूं. इतना ही है. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ തുടർന്നും ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കണം, എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം, താങ്കളുടെ ഫാൻ ഫോളോയിങ് കൂടിക്കൊണ്ടേയിരിക്കണം. ഇദ്ദേഹത്തിന്റെ പാട്ട് ലോകം മുഴുവനും പോയി ചേരണം എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയോടുകൂടി ഈ ഷോ ഞാനിവിടെ പൂർത്തീകരിക്കുകയാണ്.
മറ്റൊരു ഗസ്റ്റിനോടൊപ്പം വീണ്ടും ഞാൻ നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.